പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ലവ് ഷോറിൻ്റെ ഒരു പുതിയ കഥാധ്യായത്തിലേക്ക് സ്വാഗതം. വരാഹാവതാര കഥയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പ്രതിപാദിച്ചിരുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുമുണ്ട്. വരാഹാവതാര കഥയുടെ തുടർച്ചയാണ് നരസിംഹാവതാര കഥയും. കഴിഞ്ഞ ഭാഗം കേൾക്കാൻ കഴിയാതിരുന്നവർ മുൻ ഭാഗം കേൾക്കാൻ ശ്രദ്ധിക്കുമെന്ന് കരുതട്ടെ. നിങ്ങൾക്കറിയേണ്ട കഥയുടെ സർവ്വവും ഒരു കഥയിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ കഥാകഥനത്തിന് തയ്യാറാകുന്നത്. തുടർന്നും ഏവരുടെയും നിസ്സീമമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് കഥയിലേക്ക് കടക്കുന്നു. നരസിംഹാവതാരം. ഹൈന്ദവ പുരാണപ്രകാരം കൃതയുഗത്തിലെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 4ാമത്തെ ഉഗ്ര അവതാരമാണ് നരസിംഹാവതാരം. ഭാരതീയ വിശ്വാസമനുസരിച്ച് ചതുർയുഗങ്ങളിൽ ആദ്യത്തെ യുഗമാണ് കൃതയുഗം. മഹാവിഷ്ണുവിൻ്റെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം എന്നീ അവതാരങ്ങൾ കൃതയുഗത്തിലായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവയാണ് 4 യുഗങ്ങൾ. കൃതയുഗത്തിൻ്റെ മറ്റൊരു പേരാണ് സത്യയുഗം. ആദ്യ യുഗമായ കൃതയുഗം ആരംഭിച്ചത് വൈശാഖമാസത്തിലെ ശുക്ലപക്ഷ തൃതീയ നാളിലാണ്. അന്നേ ദിവസം ഹൈന്ദവർ അക്ഷയതൃതീയയായി ആചരിക്കുന്നു. യുഗപ്പിറവി ദിനമായി അക്ഷയതൃതീയ ആചരിക്കുന്നതിന് പിന്നിലെ പൊരുളും ഇത് തന്നെയാണ്. ഭക്തസംരക്ഷണത്തിനും ദുഷ്ടനിഗ്രഹത്തിനുമായി സഭാസ്തംഭത്തിൽ നിന്നും ആവിർഭവിച്ച നരസിംഹാവതാരം പോലെ ഇത്രമേൽ ഭയാനകമായ മറ്റൊരവതാരവും ഭഗവാൻ മഹാവിഷ്ണുവിന് ഉണ്ടായിട്ടേയില്ല. വൈശാഖ പുണ്യമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിനത്തിലാണ് നരസിംഹാവതാരം പൂർണ്ണകായം പ്രാപിച്ചത്. തൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ ഭഗവാൻ മഹാവിഷ്ണു വരാഹാവതാരം കൈക്കൊണ്ട് വധിച്ചെന്ന വാർത്തയറിഞ്ഞ ഹിരണ്യകശിപു ക്രോധാവേശത്താൽ അലറി. അയാളുടെ ക്രോധം സംഹാരത്തിൻ്റെ അലയായി ദേവലോകത്തേക്കും വിഷ്ണു ഭക്തരായ ഭൂമിവാസികളിലേക്കും ഉയർന്നു. രക്തദാഹിയായ ആ അസുരൻ്റെ ആക്രമണം ഈരേഴ് ലോകത്തും വൻ നാശം വിതച്ചു. അയാൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭത്സിക്കുകയും ദേവാംഗനമാരെയും മുനിപത്നിമാരെയും പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. ഇതെല്ലാം അരങ്ങേറുമ്പോൾ എല്ലാം അറിയുന്ന നാരായണൻ യോഗനിദ്രയിലായിരുന്നു. മഹാവിഷ്ണുവിനോട് എതിരിടുവാൻ കൂടുതൽ ശക്തി നേടുവാൻ ഹിരണ്യകശിപു തൽക്കാലം തൻ്റെ ആക്രമങ്ങൾക്ക് വിരാമമിട്ട് കണ്ട് ബ്രഹ്മപ്രീതിക്കായി ഇന്നത്തെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിൽ പാക് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന രാമേശ്വരത്തിനടുത്തുള്ള പാമ്പൻ ദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗന്ധമാദന പർവ്വതത്തിൽ എത്തി കഠിനമായി തപസ്സനുഷ്ഠിച്ചു. ഇതിനിടയിൽ ഹിരണ്യകശിപുവിൻ്റെ പത്നിയായ കയാധു ഗർഭവതിയായി. ഹിരണ്യകശിപുവിൻ്റെ ആക്രമണത്തിൽ ഭയചകിതരായി ദേവന്മാർ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മതപസ്സിനെക്കുറിച്ചറിഞ്ഞ് കൂടുതൽ ഭയാക്രാന്തരായി. തപോബലവുമായി ഹിരണ്യകശിപു മടങ്ങി വരുന്നതിന് മുൻപ് അസുരന്മാരെ ആക്രമിക്കുവാൻ ദേവന്മാർ തയ്യാറായി. അപ്രതീക്ഷിതമായ ദേവന്മാരുടെ ആക്രമണത്തിൽ അസുരകുലം അല്പമൊന്ന് പതറിയെങ്കിലും അവർ അതിശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തി. ഇത്തരമൊരു തിരിച്ചടിയിൽ ദേവതകൾ തോറ്റോടുക തന്നെ ചെയ്തു. പിന്തിരിഞ്ഞോടുന്നതിനിടയിൽ ദേവരാജനായ ഇന്ദ്രൻ ഗർഭവതിയായ അസുരപത്നി കയാധുവിനെയും അപഹരിച്ചുകൊണ്ടാണ് കടന്നു കളഞ്ഞത്. അസുരപത്നി ആയിരുന്നെങ്കിലും കയാധു ഉത്തമയായ ഒരു നാരീരത്നമായിരുന്നു. ഇന്ദ്രൻ്റെ കൈകളിൽ നിന്നും രക്ഷ നേടാൻ വാവിട്ട് നിലവിളിക്കുന്ന ഹിരണ്യപത്നിയെ രക്ഷിക്കാൻ സാക്ഷാൽ നാരദ മഹർഷി ഇടപെടുകയുണ്ടായി. നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ദേവരാജനായ ഇന്ദ്രൻ മനസ്സില്ലാ മനസ്സോടെ ആ അസുരപത്നിയെ സ്വതന്ത്രയാക്കുകയും നാരദ മുനിക്കൊപ്പം അയക്കുകയും ചെയ്തു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തരിൽ അഗ്രഗണ്യനും ബ്രഹ്മദേവന്റെ മടിയിൽ നിന്നും പിറന്ന പുത്രനുമായ നാരദ മഹർഷിയുടെ ആശ്രമത്തിലെ വാസത്തിൽ മഹാവിഷ്ണുവിൻ്റെ മഹത്തരമായ കഥകൾ കേട്ട കയാധു മാനസികമായി വളരെയേറെ പരിവർത്തനപ്പെട്ടു. അതികഠിനമായ തപസ്സനുഷ്ഠിച്ച ഹിരണ്യകശിപുവിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: മഹാവിഷ്ണുവിനെ ജയിക്കുക. അമരത്വം വരമായി ആവശ്യപ്പെടുവാൻ കഴിയില്ല എന്നറിയാമായിരുന്ന അയാൾ ബ്രഹ്മദേവൻ സംപ്രീതനാകുമ്പോൾ എന്ത് വരം വേണം ആവശ്യപ്പെടാൻ എന്ന് നേരത്തെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു.
അങ്ങനെ കഠിനമായ ആ തപസ്സിനൊടുവിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിനോട് ആരാഞ്ഞു, പുത്ര, നിന്റെ തപസ്സിൽ നാം സംപ്രീതനായിരിക്കുന്നു. എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? ചോദിച്ചു കൊള്ളുക. ഹിരണ്യകശിപു പറഞ്ഞു, ഹേ ഭഗവാൻ, എൻ്റെ കായിക ബലം 100 ഇരട്ടിയാക്കണം. മനുഷ്യനോ മൃഗമോ എന്നെ വധിക്കരുത്. ആയുധങ്ങൾ കൊണ്ട് എൻ്റെ വധം സാധ്യമാകരുത്. രാവോ പകലോ എനിക്ക് മരണം സംഭവിക്കരുത്. ഭൂമിയിലോ ആകാശത്തോ വെച്ച് എന്നെ കൊല്ലുവാൻ കഴിയരുത്. ഇതാവണം പ്രഭോ എനിക്ക് വേണ്ട വരപ്രസാദം. തൻ്റെ മരണഭയത്തിന്മേൽ എല്ലാ പഴുതുകളും അടച്ച് ഹിരണ്യകശിപു ആവശ്യപ്പെട്ട വരപ്രാപ്തിക്ക് ഗൂഢമായ ഒരു ചിരിയോടെ തഥാസ്തു എന്ന് അനുവാദം നൽകി ബ്രഹ്മദേവൻ അപ്രത്യക്ഷനായി. തപശക്തി ലഭിച്ച് അസുരലോകത്തെത്തിയ ഹിരണ്യകശിപു നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞു. നാരദമുനിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട തൻ്റെ ഭാര്യയുടെ ദുരവസ്ഥ അറിഞ്ഞ ഹിരണ്യകശിപു കയാതുവിനെ അസുരലോകത്തെത്തിച്ചു. കോപാന്ധനായ ഹിരണ്യകശിപു ശേഷം താൻ നേടിയ വരശക്തിയുടെ മഹാബലവുമായി ദേവലോകം തല്ലി തകർത്തു. ഗത്യന്തരമില്ലാതെ ദേവേന്ദ്രനും ദേവതകളും ദേവലോകം വിട്ട് പലായനം ചെയ്തു. വരബലത്തിൽ അഹങ്കാരിയായ ഹിരണ്യകശിപു കലി പൂണ്ട് ലോകമാകവെ നാശം വിതച്ച് നടക്കുന്ന സമയം ഇങ്ങ് അസുരലോകത്ത് ഭാര്യ കയാതു ഒരു പൊന്നോമനയായ കുഞ്ഞിന് ജന്മം നൽകി. ഗർഭാവസ്ഥയിൽ നാരദമുനിയിൽ നിന്നും മഹാവിഷ്ണുവിൻ്റെ അവദാന കഥകൾ കേട്ട ആ പൈതലാണ് പിൽക്കാലത്ത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഭക്തരിൽ പ്രഥമ ഗണനീയനായി പുകൾപ്പറ്റ പ്രഹ്ലാദൻ. വിഷ്ണുവധ മോഹവുമായി ദിനരാത്രങ്ങൾ എണ്ണിക്കഴിയുന്ന ഹിരണ്യകശിപുവിന് ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞെത്തിയ തൻ്റെ പുത്രൻ ഒരു വിഷ്ണു ഭക്തനാണെന്ന വാർത്ത സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. തൻ്റെ പുത്രനിൽ വിഷ്ണു വൈര്യം കലർത്തുവാൻ ഹിരണ്യകശിപു ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. പക്ഷേ എല്ലാ പരിശ്രമങ്ങളും വിഫലമായിപ്പോയി. ഇത് മനസ്സിലാക്കിയ അയാൾ തൻ്റെ മകനെ ക്രൂരമായി ദ്രോഹിച്ചു തുടങ്ങി. മർദ്ദനമേൽക്കും തോറും കൂടുതൽ ഉറക്കെ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഇത് ഹിരണ്യകശിപുവിനെ കൂടുതൽ ചൊടിപ്പിച്ചു. അയാൾ തൻ്റെ മകനെ ഇല്ലാതാക്കുവാൻ തന്നെ തീരുമാനിച്ചു. അതിനായിട്ട് ഹിരണ്യകശിപു തൻ്റെ സഹോദരിയായ ഹോളികയെ വിളിച്ചു വരുത്തി. വിചിത്രമായ ഒരു അനുഗ്രഹം സിദ്ധിച്ച അസുര നാരിയായിരുന്നു ഹോളിക. അവൾക്ക് അഗ്നിയിൽ നിന്നും മൃത്യു ഉണ്ടാകില്ല എന്ന വരം ബ്രഹ്മദേവനിൽ നിന്നും സ്വായക്തമായിരുന്നു. അവളുടെ ശരീരത്തെ പൊള്ളലേൽപ്പിക്കുവാനോ അവളെ ദഹിപ്പിക്കുവാനോ അഗ്നിക്ക് കഴിയുമായിരുന്നില്ല. തൻ്റെ സഹോദരിയുടെ വരപ്രാപ്തി അറിയാമായിരുന്ന ഹിരണ്യകശിപു തൻ്റെ പുത്രനെ തന്ത്രപൂർവം ദഹിപ്പിച്ച് കൊല്ലുവാൻ തന്നെ തീരുമാനിച്ചു. അതിനായിട്ട് അയാൾ ചിതയൊരുക്കുവാൻ വിറകുകൾ സജ്ജമാക്കി. ചിത കൊളുത്തുവാൻ അഗ്നിയും തയ്യാറാക്കിയ ശേഷം ഹോളികയെ വിറക് പീഠത്തിലിരുത്തി. ഹിരണ്യകശിപുവിൻ്റെ ആജ്ഞപ്രകാരം ഹോളിക അവളുടെ മടിയിലേക്ക് പ്രഹ്ലാദനെ ചേർത്തിരുത്തി. തൻ്റെ മകനെ തീവച്ച് കൊല്ലുവാൻ ഉറച്ച മനസ്സോടെ ഹിരണ്യകശിപു ആ ചിതയ്ക്ക് തീ കൊളുത്തി. എന്നാൽ ആളിപ്പടർന്നു തുടങ്ങിയ ആ തീയിലിരിക്കുമ്പോഴും പ്രഹ്ലാദൻ ഓം നമോ നാരായണ എന്ന ഭക്തി പുരസരം മഹാവിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടേയിരുന്നു. നിഷ്കളങ്കമായ വിഷ്ണുഭക്തിയുടെ പ്രഭാവം കൊണ്ട് പ്രഹ്ലാദൻ്റെ ശരീരത്തിൽ ഒരു ചെറിയ പൊള്ളൽ പോലും ഏറ്റിരുന്നില്ല. എന്നാൽ തനിക്ക് കിട്ടിയ വരപ്രാപ്തി ദുരുപയോഗം ചെയ്തതിലൂടെ ഹോളികയുടെ വരസ്ഥിതി നിഷ്പ്രഭമാകുകയും അവൾ തൻ്റെ സഹോദരൻ തീർത്ത ചിതയിൽ എരിഞ്ഞടങ്ങുകയും ചെയ്തു. നിരാശയും സഹോദരിയുടെ അപമൃത്യുവും ഹിരണ്യകശിപുവിനെ തെല്ലൊന്നുമല്ല കോപിഷ്ഠനാക്കിയത്. ഹിരണ്യകശിപു തൻ്റെ ഉടവാളുമെടുത്ത് ആക്രോശത്തോടെ പ്രഹ്ലാദിന് നേരെ പാഞ്ഞെടുത്തു. വർദ്ധിച്ച കോപത്തോടെ അലറിക്കൊണ്ട് പ്രഹ്ലാദിനോട് ചോദിച്ചു, നീ പുകഴ്ത്തുന്ന നിന്റെ ഭഗവാൻ വിഷ്ണു എവിടെയാണ്? പ്രഹ്ലാദൻ സംയമനത്തോടെ തൻ്റെ പിതാവിന് മറുപടി നൽകി. പിതാവേ, എൻ്റെ ഭഗവാൻ സർവചരാചരങ്ങളിലുമുണ്ട്. എന്തിനേറെ തൂണിലും തുരുമ്പിലും എൻ്റെ ഭഗവാനുണ്ട്.
പ്രഹ്ലാദൻ്റെ മറുപടി കേട്ട ഹിരണ്യകശിപു പരിഹാസത്തോടെ അട്ടഹസിച്ചു. എന്നിട്ട് രാജസഭയിലെ ഒരു തൂണിലേക്ക് ഉടവാൾ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ഇതിലുമുണ്ടോ നിന്റെ ഭഗവാൻ? ചോദ്യത്തോടെ അയാൾ സർവശക്തിയുമെടുത്ത് ആ തൂണിലേക്ക് ആഞ്ഞു വെട്ടി. വെട്ടിൻ്റെ ആഘാതത്തിൽ ആ തൂണ് പിളർന്നു പോയി. ഹിരണ്യകശിപുവിൻ്റെ മുഖത്ത് പരിഹാസം ഉറഞ്ഞുകൂടി. തട്ടഹസിച്ചു അയാൾ. എവിടെ നിന്റെ വിഷ്ണു? തൂണിലും തുരുമ്പിലും സർവ്വപ്രപഞ്ചത്തിലും കുടിയിരിക്കുന്നുവെന്ന് നീ പറയുന്ന നിന്റെ ഭഗവാൻ വിഷ്ണു എവിടെ? മറ്റൊരു തൂണ് ചൂണ്ടിക്കാണിച്ചിട്ട് പ്രഹ്ലാദനോടായി ചോദിച്ചു, ഈ തൂണിലുമുണ്ടോ നിന്റെ ഭഗവാൻ മഹാവിഷ്ണു? തൻ്റെ പിതാവിൻ്റെ പരിഹാസമായ വാക്കുകൾക്ക് സംയമനത്തോടെ പ്രഹ്ലാദൻ, സംശയമില്ല പിതാവേ, എൻ്റെ ഭഗവാൻ സർവമയനാണ് എന്നു പറഞ്ഞ് മനസ്സുകൊണ്ട് മഹാവിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടേയിരുന്നു. അട്ടഹാസത്തോടെ, എങ്കിൽ കാണട്ടെ നിന്റെ ഭഗവാനെ, തെല്ല അഹങ്കാരത്തോടെ തൻ്റെ ഉടവാൾ വീണ്ടും ആഞ്ഞു വീശി ഹിരണ്യകശിപു ആ സഭാസ്തംഭത്തിലേക്ക്. സൂര്യൻ എരിഞ്ഞടങ്ങിയ തിരുസന്ധ്യാസമയം. ഹിരണ്യകശിപുവിൻ്റെ വാൾത്തലപ്പ് കൊണ്ട് ആ തൂണും രണ്ടായി പിളർന്നു. ഒപ്പം അവിടെയുണ്ടായിരുന്നവരുടെ കണ്ണുകൾക്ക് പ്രാപ്തമല്ലാത്ത വിധം ആ തൂണിൽ നിന്നും ഒരു വെളിച്ചമുയർന്നു വന്നു. ഒപ്പം ഘോരമായ ഒരലർച്ചയും. പൊട്ടിയടർന്നു വീണ തൂണിൽ നിന്നുമുണ്ടായ പൊടിപടലങ്ങൾ അടങ്ങിയപ്പോഴാണ് തനിക്ക് മുൻപിലെ ഘോരമായ ആ രൂപം കാണുവാൻ ഹിരണ്യകശിപുവിനായത്. ഞെട്ടലോടെ ഹിരണ്യകശിപു ആ രൂപത്തെ വീക്ഷിച്ചു. മനുഷ്യൻ്റെ ഉടലും സിംഹത്തിൻ്റെ ശിരസും ബലിഷ്ഠമായ കൈകളിലെ വിരലുകളിൽ കൂർത്ത നഖങ്ങളും കൂടിയ ഭയാനകമായ ഒരു രൂപം. അതായിരുന്നു കൃതയുഗത്തിലെ ഭഗവാൻ മഹാവിഷ്ണു കൈക്കൊണ്ട നരസിംഹരൂപം. ആ ഘോരരൂപം കണ്ട് ഭയത്തോടെ പിന്നിലേക്ക് മറിഞ്ഞു ഹിരണ്യകശിപു. ഉറക്കെ അലറിക്കൊണ്ട് അയാൾക്കരികിലേക്ക് ഓടിയെടുത്ത് ആ ഭയാനക രൂപം ഹിരണ്യകശിപുവിനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു. ഉമ്മറപ്പടിവാതിലിലേക്ക് ചെന്നിരുന്നു കൊണ്ട് ഹിരണ്യകശിപുവിനെ തൻ്റെ മടിയിലേക്ക് പിടിച്ചു കിടത്തി നരസിംഹം. എന്നിട്ട് തൻ്റെ ബലിഷ്ഠമായ നഖങ്ങൾ കൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ മാറു പിളർന്നു. അയാളുടെ കുടലുകൾ വലിച്ചു പൊട്ടിച്ചുകൊണ്ട് നരസിംഹമൂർത്തി അലറി വിളിച്ചു. അങ്ങനെ ഹിരണ്യകശിപുവിൻ്റെ വരപ്രാപ്തിക്ക് വിരാമമായി. മനുഷ്യനോ മൃഗമോ അല്ലാതെ, മനുഷ്യമൃഗ സമ്മേളനമായ പകലോ രാത്രിയോ അല്ലാതെ, ത്രിസന്ധ്യാസമയം ആകാശത്തോ ഭൂമിയിലോ അല്ലാതെ, പടിയിലിരുന്നു കൊണ്ട്, ആയുധം കൊണ്ടല്ലാതെ, തൻ്റെ നഖം കൊണ്ട് സമാനതകളില്ലാതെ തൻ്റെ അവതാരോദ്ദേശം പൂർത്തീകരിച്ചു ഭഗവാൻ മഹാവിഷ്ണു. എന്നാൽ ഹിരണ്യകശിപുവിൻ്റെ മരണം ഉറപ്പാക്കിയിട്ടും തൻ്റെ കോപമടക്കുവാൻ നരസിംഹമൂർത്തിക്കായില്ല. സകല ലോകവും നടുങ്ങുമാറുച്ചത്തിൽ അലറിക്കൊണ്ടേയിരുന്നു നരസിംഹമൂർത്തി. അദ്ദേഹത്തിൻ്റെ കോപം കണ്ട സർവചരാചരങ്ങളും ഭയന്നു. ദേവതകളും എന്തിനേറെ ശ്രീ മഹാലക്ഷ്മി ദേവി പോലും ഭയപ്പെട്ടു. അവരേവരും ആകുന്നത് ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ കോപമടക്കുവാൻ. പക്ഷേ കഴിഞ്ഞില്ല. ഒടുവിൽ അവർ പ്രഹ്ലാദൻ്റെ സഹായം തേടി. ഭക്തിയോടെ ഭയമേതുമില്ലാതെ നിന്ന പ്രഹ്ലാദനെ നരസിംഹമൂർത്തിയുടെ അരികിലേക്ക് എത്തിച്ചു ദേവതകൾ. മന്ത്രോച്ചാരണത്തോടെ തനിക്കരികിലേക്കെത്തിയ 5 വയസ്സു മാത്രമുള്ള ഭക്ത പ്രഹ്ലാദനെ കണ്ട ഭഗവാൻ നരസിംഹമൂർത്തിയുടെ കോപം അല്പാൽപമായി അടങ്ങി. പ്രഹ്ലാദനെ വാരിയെടുത്ത് പുത്രവാത്സല്യത്തോടെ തലോടി അദ്ദേഹം. അങ്ങനെ വർദ്ധിച്ച ആ കോപം അടങ്ങി. ശാന്തനായി തീർന്ന ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തി ലക്ഷ്മി സമേതനായി ഭക്ത പ്രഹ്ലാദനെ അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷനായി. ഇതായിരുന്നു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നരസിംഹാവതാര കഥ. ഏവർക്കും ഈ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഏവരും കാത്തിരിക്കുക അടുത്ത അവതാരം മഹാവിഷ്ണുവിൻ്റെ വാമനാവതാര കഥയെക്കുറിച്ച്. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.